അനുനയ നീക്കവുമായി CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പത്മകുമാറിനെ സന്ദർശിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിൽ പത്മകുമാർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഈ സന്ദർശനം. അതേസമയം സുഹൃത്തുക്കൾ എന്ന നിലയിലാണ് രാജു എബ്രഹാം കാണാൻ വന്നതെന്നും ബാക്കിയെല്ലാം പിന്നീട് സംസാരിക്കാമെന്നും പത്മകുമാർ പ്രതികരിച്ചു. ശ്രീരാജ് ബാബു ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീരാജ്, ഈ സെക്രട്ടേറിയറ്റിൽ അംഗത്വം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അതുണ്ടായില്ല. പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, അത് കഴിഞ്ഞ് അത് പിൻവലിക്കുന്നു. ഇപ്പോൾ രാജു എബ്രഹാമിന്റെ സന്ദർശനം അത് സൗഹൃദ സന്ദർശനമാണെന്ന് പറയുമ്പോഴും നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഈ നിലവിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സന്ദർശനം എന്നുള്ളത്. മറ്റന്നാൾ ജില്ലാ കമ്മിറ്റിയുണ്ട്. പത്മകുമാറിനെതിരെ ഒരുപക്ഷെ ഒരു നടപടി വന്നേക്കാം. അത്തരത്തിൽ ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്കുള്ള രാജു എബ്രഹാമിന്റെ ഈ സന്ദർശനം അത് നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണോ? വിശദാംശങ്ങൾ. തീർച്ചയായും ചെയ്തു. ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പത്മകുമാറിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കാണുന്നത്. പത്മകുമാർ പറഞ്ഞത് സൗഹൃദ സന്ദർശനമാണ്. നേരത്തെയും ഞങ്ങൾ സമാനമായ രീതിയിൽ തമ്മിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട്, മറ്റെല്ലാം പിന്നീട് പറയാമെന്ന് പറയുമ്പോൾ പോലും രാജു എബ്രഹാം രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു, കഴിയുമെങ്കിൽ ഇന്ന് തന്നെ പത്മകുമാറിനെ കാണും, കാര്യങ്ങൾ സംസാരിക്കും, വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുമെന്ന് ജില്ലാ സെക്രട്ടറി രാവിലെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അനുനയ നീക്കം അല്ലെങ്കിൽ ഈ വിഷയത്തിലെ പത്മകുമാറിന്റെ അഭിപ്രായം കേൾക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം നടത്തുന്ന സന്ദർശനത്തിന് പിന്നിലുള്ളത്. ജില്ലാ കമ്മിറ്റി അംഗമായ ഹർഷ് കുമാർ ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ ഇദ്ദേഹത്തിന്റെ പത്മകുമാറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും പത്മകുമാർ ഒരു പോസ്റ്റ് ഇടുന്നു, പിന്നാലെ ആ പോസ്റ്റ് പിൻവലിക്കുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, അദ്ദേഹം പറഞ്ഞ നിലപാട് അത് ശരിയാണ്, അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു പോരായ്മ, താൻ സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിൽ പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗത്തിന് ചേർന്ന രീതിയല്ല സമൂഹ മാധ്യമങ്ങൾ വഴി പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ പൊതുമധ്യത്തിൽ ചർച്ചയാക്കുന്നത്. അതിൽ സ്വാഭാവികമായും നടപടി ഉണ്ടാവണം. ആ നടപടി നേരിടാൻ താൻ തയ്യാറാണ് എന്ന നിലയിലായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം ഉണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഈ സന്ദർശനത്തിൽ രാജു എബ്രഹാമിന്റെ സന്ദർശനത്തിൽ ഒപ്പമുള്ള ഹർഷകുമാറുമായി പോലും ഒരു ഘട്ടത്തിൽ നേരിട്ട് ഉള്ള ഒരു തർക്കത്തിലേക്ക് ഒരു ഘട്ടത്തിൽ എത്തിയിരുന്നു പത്മകുമാർ. അത്തരത്തിൽ CPIM-നുള്ളിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ ഏറെക്കാലമായി നിന്നിരുന്ന അസ്വാരസ്യങ്ങൾ എല്ലാം ഫലമായാണ് ഇപ്പോൾ പത്മകുമാറിന്റെ ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന വിമർശനവും വ്യാപകമായി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും നിലവിൽ പത്മകുമാറിനെ കാണാനായി ജില്ലാ സെക്രട്ടറിയും അതുപോലെ ജില്ലാ കമ്മിറ്റി അംഗം ഹർഷകുമാറും എത്തിയിട്ടുണ്ട്. ഇരുവരും ചർച്ചയ്ക്ക് ശേഷം സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പത്മകുമാർ ഇപ്പോഴും തറപ്പിച്ചു പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് മറ്റൊന്നിലുമല്ല പ്രശ്നം, പക്ഷേ വീണ ജോർജിനെ പോലെയുള്ള ഒരാളെ അല്ലെങ്കിൽ കഴിഞ്ഞ 9 വർഷക്കാലം മാത്രം പാർലമെന്ററി രംഗത്ത് മാത്രം പ്രവർത്തിച്ച വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവായി എടുക്കുമ്പോൾ കഴിഞ്ഞ 52 വർഷമായി പാർട്ടിയിലുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി കഴിഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്ന കാലം വരെയും പ്രവർത്തിച്ച തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ അത്തരത്തിലുള്ളൊരു പ്രതികരണമായിരുന്നു പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുപോലെ തന്നെ ഇത് കേവലം പത്മകുമാർ എന്ന ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല, മറിച്ച് മറ്റുള്ള ആളുകളും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താതെ പോയ തഴയപ്പെട്ട മറ്റുള്ള ആളുകളുടെയും കൂടി കാര്യമാണ് താൻ പറയുന്നത്. അത് കേവലം പത്മകുമാറിന് മാത്രം കാര്യമായി വ്യാഖ്യാനിക്കുകയാണ് മാധ്യമങ്ങൾ. അത്തരത്തിലുള്ള നിലപാടുകൾ ശരിയല്ല, മുഴുവൻ ആളുകളുടെയും വിയോജിപ്പുകളാണ് താൻ രേഖപ്പെടുത്തുന്നത് എന്നായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം. നിലവിൽ ഇവരുടെ സന്ദർശനം പുരോഗമിക്കുകയാണ്. ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് ജില്ലാ സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത്. ശരി ശ്രീരാജ്, വ്യക്തമാണ്.